പൊടിച്ച പഞ്ചസാര, 2 eggs, 1 cup full fat milk, vanilla essence. ഫസ്റ്റ് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും 2 ടേബിൾ സ്പൂൺ വാട്ടറും ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഷുഗർ മെൽറ്റ് ആകുന്നവരെ ഇളക്കി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയാൽ കാരമലിന് കൈപ്രസം വരും. റെഡിയായ കാരമൽ ചൂടോടെ പുഡിംഗ് ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റണം. ഇത് നന്നായി റൗണ്ട് ആക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവും. ആൽഫി, ഇനി നമുക്ക് പുഡിംഗ് മിക്സ് റെഡിയാക്കാം. ഇതിനു വേണ്ടി 2 eggs നമുക്ക് എടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത മുട്ടയാണ്. ഇത് വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം. ബബിൾസ് വരാതെ നോക്കണം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പൊടിച്ച ഷുഗർ ചേർത്ത് മിക്സ് ചെയ്യാം. ിലേക്ക് 1 cup ഫുൾ ഫാറ്റ് മിൽക്ക് 3 times ആയി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിൽക്കിന് നല്ല തണുപ്പുണ്ടായിരിക്കണം. ഇനി 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ചേച്ചി, ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് അരച്ചെടുക്കണം. കാരമൽ ബൗളിലേക്ക് ഈ മിക്സ് മാറ്റാം. ഇനി ഇത് ഫോയിൽ പേപ്പറോ ലിഡ് വെച്ചോ കവർ ചെയ്യാം. ഈ ഫോയിൽ പേപ്പറിന്റെ സെന്ററിൽ ഒരു സ്മോൾ ഹോൾ കൊടുക്കാം. ഇനി ഇത് ആവിയിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. വാട്ടർ ബോയിൽ ആയാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 12 മിനിറ്റ്സ് ആവുമ്പോൾ ഒരു സ്റ്റിക്ക് വെച്ച് റെഡിയായോന്ന് ചെക്ക് ചെയ്യാം. സ്റ്റിക്ക് ക്ലീൻ ആണെങ്കിലും റെഡിയായി. സ്റ്റിക്കിൽ പാലുണ്ടെങ്കിലും റെഡി ആയിട്ടില്ല. അല്പം നേരം കൂടി വേവിക്കാം. ഇനി തണുക്കാൻ റൂം ടെമ്പറേച്ചറിൽ വെക്കാം. തണുത്തതിന് ശേഷം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കല്ലേ, 3 to 4 hours ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ ഇത് സെറ്റായി. ചേച്ചി, നമുക്ക് ഇതിന്റെ കവർ മാറ്റാം. ഇനി നൈഫ് വെച്ച് ഡീപ്പായി സൈഡ് വിടുവിച്ച് കൊടുക്കാം.
ഇതുപോലെ നമുക്ക് കെയർഫുള്ളായി മാറ്റി കൊടുക്കാം. കൈ സ്ലിപ്പാവല്ലേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കെയർഫുള്ളായി ഈ ബൗള് മാറ്റാം. നമ്മളുടെ കാരമൽ ഫ്ലാൻ റെഡി.